വെൽക്കം ടു മൈ വെന്യൂ. അപ്പം നമുക്കിന്ന് ഓണം കളക്ഷൻസ് തന്നെയാണ്. പക്ഷേ ഇനി ഈ ഒരു ക്രീം തന്നെ വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് 2-3 കളേഴ്സിൽ ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എല്ലാത്തിനും എപ്പോഴും നമ്മൾ സ്ലിറ്റുള്ള ടോപ്പും റൗണ്ട് നെക്കും അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഞാനൊരു ക്ലോസ് നെക്കായിട്ട് ബാക്കിൽ ലൂപ്പും ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ക്ലോസ് നെക്കിൽ ഫുള്ളി ഹാൻഡ് വർക്ക്, അതും നല്ല നീറ്റ് ആയിട്ടുള്ള ചെറിയ വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ഫുൾ പ്ലീറ്റ്സ് വെച്ചിട്ട് എല്ലാവർക്കും നല്ല ഒതുങ്ങി തോന്നുന്ന ഒരു ഇതാണ്. വയറൊന്നും അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം അതുപോലെ ഞാനിപ്പോൾ ക്രീം കളറിലോട്ട് ചെയ്തിട്ടുണ്ട്. ഓണം ഒരു ബേസ് ആയിട്ട് അതിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് ക്രോഷോ ലേസ് വെച്ചിട്ട്. വിത്തൗട്ട് ദുപ്പട്ടയാണ് ഇതൊരു സ്റ്റാൻഡേർഡ് ഒരു ഫ്രോക്ക് പോലെയുള്ള ഒരു ലുക്ക് വരുന്നത്. നമുക്ക് ദുപ്പട്ടയുടെ ആവശ്യമില്ല. പക്ഷേ ദുപ്പട്ട വേണം എന്നുള്ളവർക്ക് മാത്രം ഇതുപോലെ ഒരു ദുപ്പട്ട ഞാൻ ക്രോഷോ ലേസ് വെച്ചിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു കളർ വേണ്ട, വേറെ കളേഴ്സിൽ ചെയ്യണം എന്നുള്ളവർക്ക് നമ്മൾ ഇതുപോലെ റെഡിലോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ കളർ, അതും ഓവർ ഒരു ചുമപ്പ് അങ്ങനത്തെ കളറൊന്നും അല്ല, നല്ലൊരു റെഡിഷ് കളർ. ഇതിങ്ങനത്തെ കളേഴ്സ് കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെ റെഡ് തന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു കളർ. ഇതിലും ഫുള്ളി സെയിം പാറ്റേൺ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത കളർ വന്നിട്ട് ഇതേപോലെ ബ്ലാക്കിലോട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക്, അതും സൂപ്പർ കളർ, നല്ല ഭംഗിയാണ് ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ. ബ്ലാക്ക്, പിന്നെ വന്നിട്ട് ഇതുപോലെ ഇത് ഒരു വയലറ്റ്, ഒരു പേർപ്പിൾ, ആ ഒരു കളറാണ് കേട്ടോ. പക്ഷെ ഇത് വന്നിട്ട് മെറ്റീരിയൽ ഭയങ്കര, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി. ഭയങ്കര ഒരു ഫെദറി ഫീൽ ഉള്ള ഒരു മെറ്റീരിയൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ചെറിയ ഷൈനിങ് ഒക്കെ ഉള്ള. അതൊക്കെ ഇതിനൊക്കെ പ്ലീറ്റ്സ് അയൺ ചെയ്തിട്ട് നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെ 4 കളേഴ്സ്, 4 കളേഴ്സ്, റെഡ്, പേർപ്പിള്, പിന്നെ ഏറ്റവും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ സിമ്പിൾ ഒരു ദുപ്പട്ട വിത്തൗട്ട് ദുപ്പട്ട വെയർ ചെയ്താണ് ഇതിന് ഏറ്റവും ഭംഗി. ഇതിന് ഞാൻ ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ബോട്ടം വെയർ ചെയ്തിട്ടുണ്ട്, അതായത് ക്രോഷോ ലേസ് വെച്ചിട്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ബോട്ടംസും വേണമെങ്കിൽ എക്സ്ട്രാ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ടോപ്പുകൾ റെഡി ടു ഡെസ്പാച്ച് പീസസ് ഉണ്ട് ഓണമായിട്ട്. കളർ കസ്റ്റമൈസേഷൻ ആകുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഇതിന് ടൈം എടുക്കും, എന്നാലും ഇതിലെല്ലാം പീസസ് ഉണ്ട്. റെഡ് വെയർ ചെയ്തുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. സെയിം ടോൺ തന്നെ ആംഗിൾ ലെങ്ത് ബോട്ടം വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാം. കാരണം അതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് നമുക്ക് റെയർ കളർ അല്ലാത്തത് കൊണ്ട് സ്റ്റോക്ക് ഉണ്ട്. അപ്പം അത് പറഞ്ഞാൽ മതി. നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമ്മളൊരു ഫ്രോക്ക് പോലെ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ വെയർ ചെയ്യാം. ഒരു ദുപ്പട്ടയുടെ ആവശ്യമില്ല. ഫ്രണ്ടിൽ അത്യാവശ്യം വർക്ക് ഉള്ളതുകൊണ്ടും പ്ലീറ്റ്സ് ഉള്ളതുകൊണ്ടും ഷോളിൻ്റെ ആവശ്യമില്ല. വയറൊന്നും അങ്ങനെ തോന്നുന്ന പോലും ഇല്ല. ഓക്കെ, അപ്പം 48 ലെങ്ത് ഉണ്ട്. അപ്പം ഇതാണ്. അപ്പം ബ്ലാക്ക് വെയർ ചെയ്തപ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബോട്ടംസ് ഒരു ആംഗിൾ ലെങ്ത് ബോട്ടം ഒരു വെയർ ചെയ്താൽ മതി. എന്താ പറയുക, ഇതുപോലെ സെയിം പാറ്റേൺ തന്നെ ക്ലോസ് നെക്ക് വെച്ചിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് വെച്ചിട്ട് നമുക്ക് നല്ല ഒതുങ്ങി തോന്നും. ഒരു ഫ്രോക്ക് പോലെ വെയർ ചെയ്യുകയും ചെയ്യാം. അപ്പം ഇപ്പൊ ഈ കളർ വെയർ ചെയ്തപ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇതിങ്ങനെ 3 കളേഴ്സിൽ നമ്മൾ ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതുപോലെ ബ്ലാക്ക്, ഇത് നല്ല ക്രീം കളർ, ഇതേപോലെ ഒരു ഓണം കൺസെപ്റ്റ്, ഇതുപോലെ റെഡ്, ഇങ്ങനെ വരും. അപ്പോൾ 4 കളേഴ്സിൽ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാം സൂപ്പറാണ്. നമ്മൾ വേറെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് റെഡി ടു ഡെസ്പാച്ച് പീസസ് ഉണ്ട്. വിത്ത് ഹാൻഡ് വർക്ക് ആണ്. ഓക്കെ.